എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 42 ശ്ലോകം 25, 26, 27, 28, 29, 30, 31 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. നന്ദഗോകുലത്തിൽ നിന്ന് കൃഷ്ണൻ മധുരയ്ക്ക് പുറപ്പെട്ടപ്പോ ആ ഗോപസ്ത്രീകള് പറഞ്ഞല്ലോ, മധുരാപുര സ്ത്രീകള് അവര് നല്ല കണി കണ്ടിട്ടുണ്ട്. ഇന്ന് അവർക്ക് എന്താ, അവരുടെ കണ്ണുകൾക്ക് ഇന്നാണ് മഹോത്സവം, കണ്ണൻ ഇന്ന് അവിടെ ചെല്ലുമ്പോ എന്ന് ആ ഗോപസ്ത്രീകള് പറഞ്ഞത് ഇപ്പൊ സത്യമായിട്ട് ഭവിച്ചു. അവരിങ്ങനെ ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് അത്ഭുത സ്തബ്ധരായിട്ട് പ്രേമവിവശരായിട്ട് ഇങ്ങനെ കണ്ണുപോലെ അടയ്ക്കാതെ എല്ലാം മറന്നിങ്ങനെ നിൽക്കുക. ഗോപസ്ത്രീകളെ പോലെ തന്നെ ഉടുത്ത വസ്ത്രം അഴിഞ്ഞു പോയതും, എറിഞ്ഞില്ലേ മാല വീണുപോയതും, കയ്യിൽ നിന്ന് വള ഊരിപ്പോയതും ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം മറന്ന് അവര് ഭഗവാനിൽ തന്നെ ലയിച്ച് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെതാ ഭഗവാൻ അവിടുന്ന് തിരിച്ചു പോരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. അവനിക്താംഘ്രിയുകളൗ ഭുക്ത്വാ ക്ഷീരോപസേചനം ഊഷതുസ്താം സുഖം രാത്രിം ജ്ഞാത്വാ കംസചികീർഷിതം. അവനിക്താംഘ്രിയുകളൗ ക്ഷാളനം ചെയ്യപ്പെട്ട പാദയുഗളത്തോടു കൂടിയവരായി. അതായത് കാല് കഴുക എന്നർത്ഥം. ക്ഷാളനം ചെയ്യാന്ന് പറഞ്ഞ കായും കാലും കഴുക എന്നർത്ഥമാണ്. ക്ഷീരോപസേചനം പാല് കൂട്ടിയ അന്നം, അതാണ് കഴിച്ചത്. പാൽക്കഞ്ഞിയോ പാൽച്ചോറ്. ഭുക്ത്വ ഭുജിച്ചിട്ട്, കംസ ചികീർഷിതം കംസൻ ചെയ്യാൻ ഇച്ഛിച്ചിരിക്കുന്നതിനെ ജ്ഞാത്വ അറിഞ്ഞിട്ട്, താം രാത്രി ആ രാത്രിയിൽ സുഖമാകും വണ്ണം ഊഷതു. അങ്ങനെ ശ്രീകൃഷ്ണനും ബലരാമനും ആ വാസസ്ഥലത്തില് എവിടെ അവർ താമസിക്കാൻ അവർക്കുള്ള ആ കെട്ടിടത്തിലേക്ക് അവർ ചെന്ന് കൈയും കാലും ഒക്കെ കഴുകി പാല് കൂട്ടി ഊണ് കഴിച്ചു. പാൽച്ചോറാണ് അന്ന് കഴിച്ചത്. അങ്ങനെ ആ രാത്രിയില് സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. പിറ്റന്നാള് കംസൻ മല്ലയുദ്ധം ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഗംഭീര മല്ലന്മാരാണ്. അയ്യോ എന്നൊക്കെ പൗരന്മാരൊക്കെ പറഞ്ഞറിയണ്ട്. എന്താ ഇവര് കണ്ട കൊച്ചു കുട്ടികളല്ലേ, വലിയ ഗംഭീരമായിട്ടുള്ള മല്ലന്മാരാണ്. അത്രയും പർവ്വതാകാരം പൂണ്ടവര്. അവരെ ഇതേവരെ ആർക്കും തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെയാണ് ഈ കുട്ടികളെ യുദ്ധം ചെയ്യാൻ ഏർപ്പെടുത്തിയിരിക്കണത്. എന്താന്നൊക്കെ അവരിങ്ങനെ പറയണ്ട. അതുകൊണ്ട് ഭഗവാനുണ്ട് അതൊക്കെ പേടി, അതല്ലേ. ഒരു കുലുക്കവും ഇല്ലാത്തത് കൊണ്ട് സുഖനിദ്രയ്ക്ക് ഭഗവാന് സുഖനിദ്രയ്ക്കൊന്നും ഒരു പങ്കുണ്ടായില്ല. എന്നാ കംസനോ, കംസസ്തു ധനുഷോ ഭംഗം രക്ഷിണാം സ്വബലസ്യ ച വധം നിശമ്യ ഗോവിന്ദരാമ വിക്രീഡിതം പരം. ശ്രീകൃഷ്ണനും ബലരാമനും കൂടി യാഗശാലയിൽ പ്രവേശിച്ചതും ഒരു പ്രയാസം കൂടാതെ ഒരു വിനോദം പോലെ കളിവില്ല് കൊലയ്ക്കണ മാതിരിയാണ് അവര് ആ വില്ല് പൊട്ടിച്ചതും ആ അവരെയൊക്കെ എതിർത്ത് അവരെയൊക്കെ അടിച്ച് വീഴ്ത്തിയതും. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞങ്ങോട്ട് കേട്ടില്ലേ? കംസന് ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായി. അതറിഞ്ഞപ്പോ സൈന്യത്തെ അയച്ചോ, സൈന്യത്തെയും കൂടി അടിച്ചു ശരിയാക്കി എല്ലാവരും. അപ്പൊ കംസന് രാത്രി ഉറക്കണ്ടായില്ല എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തില്. ദീർഘപ്രജാകരോ ഭീതോ ദുർനിമിത്താനി ദുർമതി ബഹൂന്യചഷ്ടോ ഭയതാ മൃത്യു ദൗത്യകരാണി ച. ഇതൊക്കെ കേട്ടപ്പോ ആലോചിച്ച് കംസന് രാത്രി ഒട്ടും ഉറക്കം വന്നില്ല. നല്ല ഭയം തുടങ്ങി. ആപത്തിനെ സൂചിപ്പിക്കുന്ന ദുശകനങ്ങളും ദുസ്വപ്നങ്ങളും ഉറക്കത്തിൽ മാത്രമല്ല ഉണർന്നിരിക്കുമ്പോഴും ഓരോന്നൊക്കെ ഇങ്ങനെ അനേകം കാണാൻ തുടങ്ങി. ഒരു മഹാരാജാവിന്റെ വരവിനെ സൂചിപ്പിക്കുന്ന അകമ്പടിക്കാരൻ എന്ന പോലെ കംസന്റെ നേർക്ക് പുറപ്പെട്ടിരിക്കുന്ന അന്തകന്റെ വരവിനെ സൂചിപ്പിക്കുന്ന ഈ ദുർലക്ഷണങ്ങളെ മൃത്യുദൂതരെ ആയിട്ട് കണക്കാക്കാം. അദർശനം സ്വശിരസ പ്രതിരൂപേജ സത്യവി അസത്യവിദ്വിതീയേ ച ദ്വൈരൂപ്യം ജ്യോതിഷാം തഥാ. 3 ശ്ലോകം കൊണ്ട് കംസൻ കണ്ട ദുർലക്ഷണങ്ങള് പറയാണ്. ഉണർന്നിരിക്കുമ്പോ കണ്ട ചില ദുർനിമിത്തങ്ങള് ആദ്യം വിവരിക്കണം. കണ്ണാടി, ജലം
എന്നീ നിർമ്മല വസ്തുക്കളിൽ കംസൻ നോക്കുമ്പോൾ തന്റെ പ്രതിരൂപങ്ങളെ അവയിൽ പ്രതിബിംബിച്ച് കാണുന്നുണ്ട്. പക്ഷേ ആ പ്രതിബിംബങ്ങളില് തന്റെ ശിരസ് കാണാനില്ല. തലയില്ലാത്ത ഉടലാ കാണുന്നത്. പിന്നെ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നീ തേജസ്സുകളെ നോക്കുമ്പോൾ ഓരോന്ന് ഇരട്ടിച്ച് കാണാം. എന്നാ ചന്ദ്രന്റെ തേജസ്സുകളെ നോക്കുമ്പോഴോ ഒരു വിരൽ കൊണ്ട് കണ്ണിന്റെ താഴെ പോളയിൽ ഊന്നി നോക്കിയ എപ്പോഴും തേജോ ദ്വയം കാണാം, രണ്ട് തേജോ. കംസൻ അങ്ങനെയാണ്, നമുക്കൊക്കെ അങ്ങനെ കാണാൻ പറ്റും. പക്ഷെ കംസന് അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല. ചന്ദ്രനെ സാധാരണ നോക്കുമ്പോൾ രണ്ട് ചന്ദ്രൻ ഉണ്ടെന്നും വിളക്ക് കത്തുമ്പോൾ അത് രണ്ട് നാളുണ്ടെന്നും ഒക്കെ നമുക്ക് തോന്നില്ലല്ലോ. പക്ഷെ അങ്ങനെയാണ് വെറുതെ നോക്കുമ്പോൾ തന്നെ രണ്ട് ചന്ദ്രൻ ഉണ്ടെന്നും വിളക്കിന് രണ്ട് നാളുണ്ടെന്നും ഒക്കെ കംസന് തോന്നി. ഛിദ്രപ്രതീതി ഛായായാം പ്രാണഘോഷാനുപശ്രുതി സ്വർണപ്രതീതിർ വൃക്ഷേഷു സ്വപദാനാം അദർശനം. തന്റെ പ്രതിബിംബത്തില് അവിടെ അവിടെ ഓരോ ദ്വാരങ്ങൾ കാണുന്നു എന്ന് തോന്നുക. കൈവിരൽ കൊണ്ട് കാതിന്റെ രണ്ട് ദ്വാരങ്ങളെ അടച്ചാൽ ഉള്ളില് സാധാരണ കേൾക്കുന്ന ശബ്ദം പ്രാണഘോഷാണ്. പക്ഷേ ഇങ്ങനെ ചെവി അടച്ചു നോക്കുമ്പോ അത് കേൾക്കില്ല, പ്രാണന്റെ ശബ്ദം കേൾക്കണില്ല എന്ന്. ശ്വാസം. മരങ്ങളെ നോക്കുമ്പോ എല്ലാം മഞ്ഞ നിറമായിട്ട് കാണുന്നു. പൂഴിയിലും ചേറിലും പതിയുന്ന തന്റെ കാലടികൾ നോക്കുമ്പോ കണ്ണിന് കാണുന്നില്ല എന്ന് തോന്നുക. ഇങ്ങനെ ദുർനിമിത്തങ്ങളൊക്കെ ജാഗ്രത അവസ്ഥയിലും കംസൻ കണ്ടു. സ്വപ്നേ പ്രേതപരിഷ്വംഗ ഖരയാനം വിഷാദനം യായാന്നളതമാല്യൈകസ്ഥൈലാഭ്യക്തോ ദിഗംബര. ഇതിപ്പോ ജാഗ്രത അവസ്ഥയിൽ കണ്ടതാണ്, ഇതേവരെ പറഞ്ഞത്. ഇനിയിപ്പോ സ്വപ്നാവസ്ഥയിൽ എന്തൊക്കെയാ കണ്ടതെന്ന് ദുർനിമിത്തങ്ങൾ പറയണു. മരിച്ച ആളുകള് അരികത്ത് വന്നിരുന്ന് തന്റെ ദേഹത്തെ ആലിംഗനം ചെയ്യണതായിട്ട് കാണുന്നു. കഴുതപ്പുറത്തിരുന്ന് സഞ്ചരിക്കുക, വിഷം തിന്നുക, ചെമ്പരത്തി പൂവാല കഴുത്ത് ധരിച്ചിങ്ങനെ നടക്കുന്നത് കാണുക, എണ്ണ തേച്ച് കുളിക്കുക, വസ്ത്രമില്ലാതെ ഇരിക്കുക, ഇങ്ങനെയെല്ലാം സ്വപ്നത്തിൽ കണ്ടു. അന്യാനി ചേത്തം ഭൂതാനി സ്വപ്നജാഗരിതാനി ച പശ്യൻ മരണസന്ത്രസ്തോ നിദ്രാം ലേഭേ ന ചിന്തയാ. സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഇതുപോലെയുള്ള പല ദുർനിമിത്തങ്ങളും കംസൻ കണ്ടു. അപ്പൊ മനസ്സിലായി കംസന് മരണം അടുത്തിരിക്കണു, അതാണ് ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ കാണുന്നതെന്ന് കംസന് നല്ലോണം മനസ്സിലായി. എന്തായാലും ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ ആ രാത്രി കംസൻ ഉറങ്ങിയില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.